നോഡ് ജെഎസിനെ സിംഗിൾ ത്രെഡഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സിംഗിൾ ത്രെഡ് അല്ലെങ്കിൽ എന്താണ് ത്രെഡ് എന്ന്. കമ്പ്യൂട്ടർ സയൻസിൽ ത്രെഡ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ, ഇൻഡിപെൻഡന്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിൽ ഒരേ ഒരു ഷെഫ് മാത്രമേ ഉള്ളൂ, ഒരു ഹോട്ടലിന്റെ കിച്ചണിൽ. ആ ഷെഫിന് ഒരു ടൈമിൽ ഒരേ ഒരു ഡിഷ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് ബിരിയാണി. അപ്പം അങ്ങനെ ഒരു എക്സിക്യൂഷൻ മാത്രം അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ മാത്രം ആ ഒരു ഷെഫിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സിംഗിൾ ത്രെഡഡ് എന്ന് പറയാം. അതേപോലെ കുറെ ഷെഫുമാരുണ്ടെന്നുണ്ടെങ്കിൽ പല പല ഫുഡ് ഐറ്റംസ് ഒരേ ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ പല പല ഷെഫുകളുണ്ട്, പല പല ആക്ടിവിറ്റീസ് ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മൾട്ടി ത്രെഡഡ് എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ നോഡ് എന്ന് പറയുന്നത് സിംഗിൾ ത്രെഡഡ് ആണ്. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ടൈമിൽ ഒരു ഷെഡ്യൂളറിനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ത്രെഡഡ് പ്രോഗ്രാമിംഗ് ആണ്. നോഡ് സിംഗിൾ ത്രെഡഡ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോഡിന്റെ അകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഒരു നോഡിന്റെ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ചെയ്തു, ഒരു ഷോപ്പിംഗ് കാർട്ട് ചെയ്തു. ഒരു ഷോപ്പിംഗ് കാർട്ടിനകത്ത് ഒരേ സമയത്ത് 1000-10,000 ആൾക്കാർ വരുമെന്ന് വിചാരിക്കും. എങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോഡ് ജെഎസിനെ സിംഗിൾ ത്രെഡഡ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ഇത് ഒരു മെയിൻ ത്രെഡാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിക്വസ്റ്റിനെ ഇതിന് കൺകറന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ നോഡ് ജെഎസ് സിംഗിൾ ത്രെഡഡ് ആണെങ്കിലും അത് ഇവന്റ് ലൂപ്പ് യൂസ് ചെയ്യും. ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ അസിൻക്രണസ് ടാസ്കുകളില്ലേ, അങ്ങനെയുള്ള ടാസ്കുകളെ, ഫയൽ ആക്സസ്, നെറ്റ്വർക്ക് റിക്വസ്റ്റ്, അങ്ങനെയുള്ള ടാസ്കുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഒരു എഫിഷ്യന്റ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അത് മെയിൻ ത്രെഡിനെ ബ്ലോക്ക് ചെയ്യാതെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് എഫിഷ്യന്റ് ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇവന്റ് ലൂപ്പുകൾ. അപ്പൊ ഈ ഇവന്റ് ലൂപ്പുകളുടെ സഹായത്തോടെയാണ് നോഡ് ജെഎസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നോഡ് ജെഎസ് സിംഗിൾ ത്രെഡഡ് ആപ്ലിക്കേഷൻ ആണ്, പക്ഷെ ഇത് ഇവന്റ് ലൂപ്പ് മെക്കാനിസവും യൂസ് ചെയ്യുന്നുണ്ട് എസിൻക്രണസ് ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോൺ ബ്ലോക്കിംഗ് IO. നോഡ് ജെഎസിന്റെ കൺകറൻസി എന്ന് പറയുന്നത് നോൺ ബ്ലോക്കിംഗ് IO മോഡൽ കൊണ്ടാണ്. അതായത് ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ത്രെഡ്, അതായത് ആ ഒരു ഓപ്പറേഷൻ ഫിനിഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് അത് അടുത്ത ലൈൻ ഓഫ് കോഡിലേക്ക് മൂവ് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അതായത് അസിൻക്രണസ് ഓപ്പറേഷൻ ആണെങ്കിൽ അത് ഇവന്റ് ലൂപ്പ് ഹാൻഡിൽ ചെയ്തോളും. അപ്പൊ അടുത്ത ഇവന്റ് ലൂപ്പിന് കൊടുത്തിട്ട് ഇത് അടുത്ത സ്റ്റെപ്പ് ഓഫ് ലൈൻ ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോഡ് ജെഎസ് പോകും. അതുകൊണ്ട് ഇത് നോൺ ബ്ലോക്കിംഗ് IO ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ത്രെഡിനെ ബ്ലോക്ക് ആവുന്നില്ല. ഇവന്റ് ക്യൂസും കോൾ ബാക്സും എന്താണ് നമുക്ക് നോക്കാം. ഇവന്റ് ലൂപ്പ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സിന് വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂസ് ആണ് മാനേജ് ചെയ്യുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് ഇവന്റിന് പല ടൈപ്പ് ഓഫ് ക്യൂസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മുടെ ഇവന്റ് ലൂപ്പ് രജിസ്റ്റർ ചെയ്യും. ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേന് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ ഇവന്റ് ലൂപ്പ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ക്യൂവിനെയും അതേപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും. എന്തിനാണ്? IO ഓപ്പറേഷൻ ഏതെങ്കിലും കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതിന്റെ സിഗ്നല് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കൊടുക്കാനായിട്ട്. ഒരു IO ഓപ്പറേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ OS ഇവന്റ് ലൂപ്പിനെ നോട്ടിഫൈ ചെയ്യും ഇങ്ങനെ ഓപ്പറേഷൻ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഫിനിഷ് ആയെന്ന് പറഞ്ഞാൽ നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ കറസ്പോണ്ടിങ് കോൾ ബാക്ക്, ഏത് കോൾ ബാക്ക് ഫംഗ്ഷൻ ആണോ ഇതിന്റെ, അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു IO ഓപ്പറേഷൻ ക്രിയേറ്റ് ആവുന്ന സമയത്ത് അതിനായിട്ടൊരു കോൾ ബാക്ക് രജിസ്റ്റർ ആവുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരു IO ഓപ്പറേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോഴത്തെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു കോൾ ബാക്ക് ഉണ്ടാവുമല്ലോ. ഈ കോൾ ബാക്കിനെ എടുത്തിട്ട്, അതായത് ഏത് ക്യൂവിലാണ് ഇത് കിടക്കുന്നത് ആ കോൾ ബാക്കിനെ അവിടുന്ന് ഇവന്റ് ലൂപ്പ് തിരിച്ചെടുക്കും, റിട്രീവ് ചെയ്യും. ഈ റിട്രീവ് ചെയ്യുന്ന കോൾ ബാക്ക് എന്ത് ചെയ്യും? മെയിൻ ത്രെഡിന്റെ, അതായത് നമ്മളൊരു മെയിൻ ത്രെഡ്, സിംഗിൾ ത്രെഡ് പറഞ്ഞില്ലേ, ആ മെയിൻ ത്രെഡിന്റെ കോൾ സ്റ്റാക്കിലേക്ക്, അതായത് ഓരോ എക്സിക്യൂട്ട് ചെയ്യേണ്ട വർക്കുകളുടെ ഒരു സ്റ്റാക്ക് ഉണ്ടാവും. അപ്പം മെയിൻ ത്രെഡിന്റെ കോൾ സ്റ്റാക്കിലേക്ക് കൊണ്ടിടും ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ. എന്നിട്ട് ഇപ്പം നടക്കുന്ന എന്താണോ എക്സിക്യൂഷൻ, കറന്റ് ടാസ്ക് എന്താണോ ആ ടാസ്ക് കഴിയുമ്പോഴത്തേന് ഈ ഒരു നമ്മുടെ കോൾ ബാക്കിനെ എടുത്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തെ എന്താവും? ഈ കംപ്ലീറ്റ് IO ഓപ്പറേഷൻ നടക്കും ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിന്റെ. അപ്പോൾ നമ്മൾ എടുത്ത് സ്റ്റാക്കിൽ കൊണ്ടിട്ട്, കോൾ സ്റ്റാക്കിൽ കൊണ്ടിട്ടു കറന്റ് ത്രെഡിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ കറന്റ് ടാസ്കിന്റെ എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേന് കോൾ ബാക്കിന്റെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതോടെ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നോഡ് ജെഎസ് നോൺ ബ്ലോക്കിംഗ് ആവാനും മൾട്ടിപ്പിൾ റിക്വസ്റ്റിനെ സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യാനും നോഡ് ജെഎസിന് പറ്റുന്നത്, സിംഗിൾ ത്രെഡ് ആണെങ്കിൽ പോലും. നോൺ ബ്ലോക്കിംഗ് ആയത് കാരണം നമുക്ക് ഇത് സ്കെയിലബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് ഒരുപാട്
കൺകറന്റ് റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ്, റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് സിംഗിൾ ത്രെഡ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കെയിലബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ റെസ്പോൺസീവ്നെസ്, ഇത് മെയിൻ ത്രെഡ് എപ്പോഴും ഫ്രീ ആണ് അല്ലേ? അതായത് മെയിൻ ത്രെഡിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് മിക്കതും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഫുള്ള് കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ ക്യൂവിനാണ് കൊടുക്കുന്നത് അല്ലേ? അതിനാൽ തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ മെയിൻ ത്രെഡ് ഫ്രീ ആണ്, എക്സിക്യൂഷൻ ലൈൻ ഓഫ് എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിനാൽ തന്നെ ഇതിന്റെ റെസ്പോൺസിവ്നെസ് കൂടുതലാണ്. കൂടുതൽ റിക്വസ്റ്റ് കിട്ടുമ്പോഴത്തേന് ഇത് ഈസി ആയിട്ട് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് Node.js സിംഗിൾ ത്രെഡഡ് ആയിട്ടും ഇത്രയും റിക്വസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആവാത്തത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.